എല്ലാവർക്കും എൻ്റെ ഫിൽഫിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ്. മക്കറോണി കൊണ്ടുള്ള ഒരു പാസ്തയാണ്. ഇതിൻ്റെ പേര് ബിഷമിൽ എന്നാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഈ പാസ്ത എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ മക്കറോണിയാണ്. ഇതിനെ നമുക്ക് ആദ്യം ബോയിൽ ചെയ്ത് എടുക്കണം. മക്കറോണി ബോയിൽ ചെയ്യുന്ന നമുക്കറിയാം. സാധാരണ വെള്ളം തിളച്ചതിന് ശേഷം മക്കറോണി ചേർത്തു. ഇനി ഞാനിതിൽ ചേർക്കുന്ന കുറഞ്ഞ സാൾട്ട് ചേർക്കുന്നുള്ളൂ, കൂടുതൽ സാൾട്ട് ചേർക്കരുത്. കാരണം ഇതിന് 2 മസാലകൾ വേറെ ഉണ്ട്, അതിൽ സാൾട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ബോയിലായോ ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ കുക്കാവാതെ സൂക്ഷിക്കണം. കൂടുതൽ കുക്കായാൽ ഇത് അതേപോലെ തന്നെ സ്റ്റൈനർ ചെയ്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പാസ്ത റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് സ്റ്റൈനറിലേക്ക് മാറ്റാം. മക്കറോണി റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല 2ാം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു മസാല തയ്യാറാക്കിയെടുക്കുക എന്നുണ്ടെന്ന്. അതിന് ഞാൻ ബീഫിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിൽ ചെയ്യാം, അതേപോലെ തന്നെ വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിളിൽ ചെയ്യാം. ഞാൻ ബീഫിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറഞ്ഞ ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ഒരു 6 പീസ് ഗാർലിക്കാണ് ഇതിനെടുത്തിട്ടുള്ളത്. 6 പീസ് ഗാർലിക്ക് കട്ട് ചെയ്തു. അത് മൂത്ത് വന്നതിന് ശേഷം 2 മീഡിയം സൈസ് ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ആവശ്യമുള്ള 2 ടൊമാറ്റോ ആണ്. 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല റെഡ് കളർ ടൊമാറ്റോ ആയിരിക്കണം. അപ്പോൾ ഓണിയൻ റെഡിയായി. ഇനി അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓണിയന് ടൊമാറ്റോ നല്ലതുപോലെ കുക്കായതിന് ശേഷം ഇതിൽ ബീഫ് ചേർത്ത് കൊടുക്കണം. ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബോൺലെസ് ബീഫാണ്. അതിൽ ഞാൻ കുറഞ്ഞ മഞ്ഞൾപ്പൊടിയും സാൾട്ടും മാത്രം ചേർത്തിട്ടാണ് ബോയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ബീഫായതുകൊണ്ട് നല്ലതുപോലെ കുക്കാകാൻ ശ്രദ്ധിക്കണം. അത് കടിക്കുന്ന ഒരു രീതി ഉണ്ടാവരുത്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ബോയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറഞ്ഞ മസാലകളാണ്. ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. മസാലകൾ ഇനി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. സ്പൈസി വേണ്ടവർക്ക് കൂടുതൽ സ്പൈസി ചേർത്ത് ചെയ്യാവുന്നതാണ്. ഞാനിത് കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് വളരെ സ്പൈസി കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഇതിനൊരു റെഡ് കളർ ആവശ്യമുണ്ട്. വേണ്ടവർക്ക് റെഡ് കളർ ചേർക്കാവുന്നതാണ്. ഞാൻ റെഡ് കളർ ചേർക്കുന്നില്ല, കളറിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗൾഫ് നാട്ടിലൊക്കെ കിട്ടുന്ന ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അത് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു റെഡ് കളർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പൈസി വേണ്ടവരും അതിനനുസരിച്ചിട്ട് അത് മസാല പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് 2ാം ഘട്ടമായ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഓറിഗണം കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്രോണിയും ഈ ബീഫ് മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പാസ്തയുടെ സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ബട്ടറാണ്. അപ്പോൾ 100 ഗ്രാം ബട്ടറും 50 ഗ്രാം മൈദ, ഒരു ലിറ്റർ പാല്, 1 ലിറ്റർ പാലിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ പാല് നമുക്ക് പാക്കറ്റ് പാലോ അല്ലെങ്കിൽ പാൽപ്പൊടി മിക്സ് ആക്കിയതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് നമ്മുടെ കയ്യിലനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബട്ടർ നല്ലതുപോലെ റെഡിയായതിന് ശേഷം അതിൽ മൈദ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കട്ടയാകാതെ ശ്രദ്ധിക്കണം, കട്ട ഉണ്ടാകരുത്. അപ്പോൾ അത് നല്ലതുപോലെ കുക്കാവണം. ഈ മൈദയും ഈ ബട്ടറിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുക്കാവണം. അതിനുശേഷം നമുക്കതിൽ മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ കണ്ടില്ല, നമുക്കറിയാം അത് നല്ലതുപോലെ റെഡിയാവുന്നുണ്ട്. കുറച്ച് കട്ടി കൂടുതൽ വേണം ഇതിന്. കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് വേറൊരു കേക്കിൻ്റെ ഒരു പാത്രത്തിലേക്കാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കട്ടി സോസ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാസ്തയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറഞ്ഞ സാൾട്ടും ഇതിന് പാകത്തിലുള്ള സാൾട്ടും
കുറഞ്ഞ ബ്ലാക്ക് പെപ്പറും ഇത്രയേ ഇതിൽ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സോസ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്തയുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പാസ്ത ചെയ്യാനൊക്കെ ഇതേപോലെ തന്നെയാണ് സോസെല്ലാം റെഡിയാക്കേണ്ടത്. വൈറ്റ് സോസ് ഞാനിങ്ങനെ തന്നെയാണ് റെഡിയാക്കി എടുക്കൽ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച മക്രോണിയിലേക്ക് ഇപ്പം ചെയ്ത പാസ്തയുടെ സോസ് പകുതി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ചേർക്കരുത്, പകുതിയെ ചേർക്കാവൂ. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടിന്നിലേക്ക് മാറ്റിയെടുക്കാം. അത് ലെയറായിട്ട് ചേർക്കണം. ഞാൻ ഒരു ലെയറിൽ പാസ്ത മക്രോണിയും അതേപോലെ തന്നെ ഒരു ലെയറിൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് മസാലയും ഒരു ലെയർ ഫുള്ളായിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും മക്രോണി, അതിനുശേഷം നേരത്തെ ബാക്കിയുള്ള പാസ്തയുടെ ആ സോസ് അതിന് മേലെ പൂർണ്ണമായിട്ട് തേച്ച് മിനുസമാക്കിയിട്ട് മൊസറല്ല ചീസ് കൂടി ചേർത്ത് നമുക്കൊരു ഓവണിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഓവണിൽ ഒരു 10 നിമിഷം വെച്ചാൽ ഇതിൻ്റെ ഈ ചീസ് ഒരു റെഡ് കളറായിട്ട് വരും. ഇതേപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഷമേൽ അഥവാ മക്രോണി പാസ്താസ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്യണം എല്ലാവരും. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഷമേൽ അഥവാ മക്രോണി പാസ്ത. എല്ലാവർക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ട്രൈ ചെയ്തതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.